ഇനി 53-ാമത്തെ. അനേകമത സിദ്ധാന്തം അജ്ഞാത്വൈകം ഹി ഹസ്തിനി അന്ധായിവ വിദണ്ഡോക്തേ മൂഢാമുഹ്യം ദിനേതരേ. ഇതരേ മറ്റുള്ളവര് അനേകമത സിദ്ധാന്തം, എല്ലാ മതങ്ങളുടെയും സിദ്ധാന്തം ഏകം, തത്വം ഒന്നാണെന്ന് അജ്ഞാത്വ അറിയാതെ ചില ആളുകളെ കുറിച്ച് പറയാണ്. എല്ലാ മതങ്ങളിലുണ്ട് ഇങ്ങനത്തെ ആളുകൾ. മതത്തിന്റെ തത്വം ഏകമാണെന്നറിയാതെ വിദണ്ഡ ഒക്തേഹേ, വിദണ്ഡ എന്ന് പറഞ്ഞാൽ മുരട്ടുവാദങ്ങൾ പറയും, മിഥ്യാവാദം എന്ന് പറയും. വെറുതെ തർക്കിക്കാൻ വരും. പലപ്പോഴും മതങ്ങൾ അങ്ങനെയാണല്ലോ തർക്കിക്കുന്നത്. ഹിന്ദുമതത്തെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനി വിദണ്ഡോക്ത പറയുന്നത്, കൃഷ്ണന് 10,008 ഭാര്യമാരില്ലേ, നിങ്ങളുടെ മതം മോശമല്ലേ എന്നാണ്. ഒരു വിദണ്ഡയാണത്. അതിനെയാണ് വിദണ്ഡ എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദു പറയുന്ന എന്താ വിദണ്ഡ? യേശുവിന്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കും. വിദണ്ഡ. വിദണ്ഡയ്ക്ക് ഉദാഹരണം പറയാണ്. എന്താണ് ഇത്? ഈ തർക്കം ഒരിക്കലും അവസാനിക്കുകയില്ല, ഇവിടെ ഒരു പരിഹാരവും ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ് നമ്മൾ മതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതെങ്കിൽ നമ്മൾക്ക് ഈ വിദണ്ഡ മനുഷ്യനെ ഏറ്റവും മുരടിച്ച ഒരു മനുഷ്യനാക്കി മാറ്റും. വിദണ്ഡോക്തേഹേ, മിഥ്യാവാദത്താൽ. ഹസ്തിനി, ആനയെ കാണാൻ പോയ കുറച്ച് ആളുകളുടെ കഥ പറയാണ്. മൂഢ അന്ധാഹ ഇവ, മൂഢന്മാരായ കുരുടന്മാരെ പോലെ മുഹ്യന്തി, മോഹിക്കുന്നു. ഈ ഉദാഹരണം ആത്മോപദേശ ശതകത്തിലും ഗുരു പറഞ്ഞിട്ടുണ്ട്. ആനയെ കാണാൻ പോയ അന്ധന്മാരുടെ കഥ. പല മതസാരവും ഏകമെന്ന് വാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലവാതെ അമർന്നിരണം. പാമരന്മാർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൂഢാഹ അന്ധാഹ, മൂഢന്മാരായിട്ടുള്ള അന്ധന്മാർ. ആനയെ കാണാൻ പോയിട്ട് ആനയെ അന്ധന്മാർക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. കണ്ണ് കാണാത്ത ഒരാൾക്ക് ആനയെ കാണാൻ കഴിയില്ല. പക്ഷെ ആനയെ കാണാൻ പോയി എന്ന് വിചാരിക്കുക 3-4 പേര് കൂടിയിട്ട്. അപ്പൊ അവര് ആകെ ഒരു ഇന്ദ്രിയമാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ആനയെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ത്വക്കാണ്, സ്പർശം. ത്വക്കുകൊണ്ട് സ്പർശിച്ചു നോക്കുന്നത് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ഇന്ദ്രിയഗ്രഹണമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഇന്ദ്രിയത്തെ ആശ്രയിച്ചു. ത്വക്കുകൊണ്ട്, കൈകൊണ്ട് തൊട്ടു നോക്കി ആനയെ എല്ലാവരും. ഓരോരുത്തരും പോയി കുറച്ചു നേരം തപ്പി നോക്കി അവസാനം അവര് ആനയെ കണ്ട തൃപ്തിയോട് കൂടിയിട്ട് വന്നു. അപ്പോ തിരിച്ചു വന്നപ്പോൾ അവരോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ആനയെ കണ്ടോ? പിന്നെ കണ്ടല്ലോ എന്ന് പറഞ്ഞു ആനയെ. അപ്പൊ ആന എങ്ങനെയിരിക്കുന്നു? ഒരാൾ പറയാണ് ആന പനന്തടി പോലെയാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു അല്ലല്ല, ആന മുറം പോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു ഉപമകൾ നോക്കണം. അവർ മുറം കണ്ടിട്ടുണ്ട്, അയാള് മറ്റേ പനന്തടി കണ്ടിട്ടെന്ന് പറഞ്ഞാൽ അവർ മുൻകൂട്ടിയിട്ടുള്ള ജ്ഞാനമുണ്ട്, അവർക്ക് പൂർവ്വജ്ഞാനമുണ്ട്. അത് സ്പർശം കൊണ്ടായിരിക്കാം. വേറൊരാൾ പറയുന്നു വാഴത്തട പോലെ ഇരിക്കുന്നു ആന. വേറൊരാൾ പറയുകയാണ് ചൂല് പോലെ ഇരിക്കുന്നു. ഈ 4 പേരുടെയും വിവരണം കേട്ടിട്ട് അവർ തർക്കത്തിലേക്ക് പോവുകയാണ് 4 പേരും. ഒരാൾ പറഞ്ഞത് വേറൊരാൾ അംഗീകരിക്കുന്നില്ല. നീ പറഞ്ഞത് തെറ്റാണ്, ഞാൻ തൊട്ടറിഞ്ഞതല്ലേ എന്നാണ് മറ്റേത് പറയുന്നത്. മറ്റാൾ പറയും ഞാനും തൊട്ടറിഞ്ഞതല്ലേ. അങ്ങനെയുടെ അവരുടെ വാദങ്ങൾ അതിൻ്റെ ഘോരമായ രൂപത്തിലേക്ക് വന്നപ്പോൾ കണ്ണുള്ള ആള് ഇടപെട്ടു. ചോദിച്ചല്ലോ അയാൾ എങ്ങനെയുണ്ട് ആനാന്ന് ചോദിച്ച അയാൾ ഇടപെട്ടിട്ട് പറഞ്ഞു, നിർത്ത്, നിങ്ങളുടെ തർക്കമെല്ലാം നിർത്ത്. കാരണം നിങ്ങൾ 4 പേരും പോയിട്ട് തൊട്ടുനോക്കിയ ജീവി ഒരു ജീവി തന്നെയാണ്. അത് ഒരു ആനയാണത്. പക്ഷെ നിങ്ങൾ തൊട്ടതെല്ലാം ആ ആനയുടെ 4 അവയവത്തിലാണ്. കാലിൽ പോയി തൊട്ട ആൾക്കാണ് പനന്തടിയാണെന്ന് തോന്നിയത്. ചെവിയിൽ പോയിട്ട് തൊട്ടു നോക്കിയ ആൾക്ക് മുറമാണെന്ന് തോന്നിയത്. കൊമ്പിൽ പോയി തൊട്ട ആൾക്കാണ് അത് വാഴത്തടയാണെന്ന് തോന്നിയത്.
വാലിൽ പോയി തൊട്ട ആൾക്കാണ് അത് ചൂലാണെന്ന് തോന്നിയത്. അങ്ങനെ നിങ്ങൾ ഒരു ജീവിയുടെ 4 അവയവങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് തർക്കിച്ചത്. ജീവി ഒന്ന് തന്നെയാണ് എന്ന് കണ്ണുള്ളവൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ ഗുരു നമുക്ക് കണ്ണുള്ള ആളാണ്. നമ്മളെല്ലാവരും അന്ധരാണ്. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും അന്ധരാണ്. കാരണം ദൈവത്തെ കാണാൻ അവർക്ക് കണ്ണില്ല. ഗുരുവിന് ദൈവത്തെ കാണാനുള്ള കണ്ണുണ്ടായിരുന്നത് കൊണ്ട് ഗുരു നമ്മളുടെ തർക്കങ്ങളെ അവസാനിപ്പിക്കാനായിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഈ പറയുന്നതെല്ലാം തന്നെ ഒരേ ഒരു സത്ത, ഒരേ ഒരു സാമാന്യ സത്തയാണ് നിങ്ങൾ പറയുന്നത്. ഒരേ ഒരു ദൈവമാണ് നിങ്ങൾ ഇവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിദണ്ഡകൾ അവസാനിപ്പിക്കണം. വിദണ്ഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കാൻ വേണ്ടിയുള്ള ഈ തർക്കം. പൂർണ്ണമായ അനുഭവമില്ലാത്ത ആളുകൾ കിടന്ന് തർക്കിക്കും പലതും ദൈവത്തെക്കുറിച്ചിട്ട്. നമ്മളും അതിൻ്റെ ഭാഗമാകും കുറെ കഴിഞ്ഞാൽ. ചില ഗ്രാമങ്ങളിൽ പോയാൽ പറയും അവിടുത്തെ ക്ഷേത്രത്തിലെ ദേവതയാണ് ഈ ലോകം സൃഷ്ടിച്ചത് പറയും. അങ്ങനെ അവർ തർക്കമുണ്ടാക്കും. പലപ്പോഴും പറയില്ലേ ചോറ്റാനിക്കര അമ്മയാണ് ശക്തി കൂടുതൽ, പൂർണ്ണത്രയീശൻ ശക്തി കുറവാണ് എന്നൊക്കെ തർക്കിച്ചാൽ അതവിടെ വാസ്തവത്തിൽ എന്താണ് അതിൽ അർത്ഥമുള്ളത്? ക്ഷേത്രവും എല്ലാം ഉപാസനയ്ക്കുള്ള ഒന്നാണ്. ക്ഷേത്രം ഒരു ഉപായം മാത്രമാണ്. ക്ഷേത്രം പ്രതിഷ്ഠ ഇതൊന്നും ഈശ്വരനല്ല, ഈശ്വര പ്രതീകമാണതല്ല. അത് ഉപാസനയ്ക്ക് വേണ്ടി ആചാര്യന്മാർ കൊടുത്തിട്ടുള്ളതാണ്. മേധയുടെ വലിപ്പം കുറവുള്ളതുകൊണ്ട് അവർക്ക് ഒരു സങ്കല്പത്തെയാണ് അവർ കൊടുക്കുന്നത് ആചാര്യന്മാർ. അല്ലാതെ ഈശ്വരൻ എന്നത് എന്നും പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനാണ്. പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനെ കുറിച്ചാണ് ഗുരു ഇവിടെ പറയുന്നത്, അല്ലാതെ ക്ഷേത്രത്തിലെ ഈശ്വരനെ കുറിച്ചല്ല. ക്ഷേത്രത്തിലെ ഈശ്വരൻ മനുഷ്യസങ്കല്പം, അത് മനുഷ്യ സൃഷ്ടമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഗുരു. അതുകൊണ്ട് അന്ധന്മാരായിട്ടുള്ള മൂഢന്മാര് ആനയെ കാണാൻ പോയിട്ട് വിദണ്ഡോക്തികൾ പറയുന്നത് പോലെ നിങ്ങൾ മതത്തെ സംബന്ധിച്ച കാര്യത്തിൽ സാരമറിയാതെ കലഹിക്കരുത് എന്ന് ഗുരു പറയുന്നു. പല മതസാരവും ഏകം. ഇതാണ് ഗുരുവിൻ്റെ തത്വദർശനം.